ഹലോ ഗായ്സ്, അപ്പോൾ വെൽക്കം ടു റിയൽ ടോക്ക് ഇറ്റ് സുമിത്. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ ആദ്യമായിട്ട് ചാനലിലേക്ക് വരുന്നവരാണെങ്കിൽ ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്നവരാണെങ്കിൽ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നിങ്ങൾ വീഡിയോ കാണണം. അതോടൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തോ ആയിക്കോട്ടെ, അതിപ്പോൾ നെഗറ്റീവ് ആയിക്കോട്ടെ, പോസിറ്റീവ് ആയിക്കോട്ടെ, ടിപ്സ് ആൻഡ് നോളജ് ആയിക്കോട്ടെ, ക്വസ്റ്റ്യൻസ് ആയിക്കോട്ടെ, ചീത്ത വിളികളായിക്കോട്ടെ, എന്ത് കാര്യങ്ങളായാലും അത് കമൻറ്റ് സെക്ഷനിൽ വന്ന് മെൻഷൻ ചെയ്യാനും വീഡിയോയ്ക്ക് മാക്സിമം ലൈക്ക് തരാനും ഈ വീഡിയോ ഇൻഫോർമേറ്റീവ് ആയെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ കുറേ ആൾക്കാർക്ക് ഷെയർ ചെയ്തിട്ട് ഇൻഫർമേഷൻ എത്തിക്കാനും നിങ്ങൾ 100% ശ്രമിക്കണം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ വന്നിരിക്കുന്നത് കുറേ ആൾക്കാർ പറയുകയാണ് പൈ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കോയിന് $3,14,159 ആവും എന്നുള്ളൊരു കാര്യം. ഫ്യൂച്ചറിലൊക്കെ ഇതിന് $3,00,000 ആണ് ആവുക. ആ ഒരു കാര്യം സത്യമാണോ ഇല്ലയോ, എന്താണ് GCV വാല്യൂ എന്നുള്ളൊരു കാര്യം നമ്മൾ വീഡിയോയിൽ പറയുന്നുണ്ട്. അതോടൊപ്പം നമ്മുടെ പൗസിൻ്റെ ലിസ്റ്റിംഗ് ഡേറ്റ് എനിക്ക് മനസ്സിലായ രീതിയിൽ പ്രെഡിക്റ്റ് ചെയ്യാൻ വേണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യാം നിങ്ങൾക്ക് തരാം. അതേപോലെ തന്നെ മേജർ ആയിട്ടുള്ളൊരു അപ്ഡേറ്റ് ഞാൻ നിങ്ങൾക്ക് തരാം. അതോടൊപ്പം നമ്മുടെ ക്വാണ്ടം വാലറ്റിൽ ഇനി അവർ അടുത്തത് എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളൊരു സ്റ്റെപ്പും കുറേ ആൾക്കാർ ചോദിക്കുകയാണ്, ഈ $900 എനിക്ക് എപ്പോഴാണ് വിഡ്രോ ചെയ്യാൻ പറ്റുക എന്നുള്ളൊരു കാര്യമാണ് കുറേ ആൾക്കാരുടെ ഡൗട്ട്. അപ്പോൾ എന്തായാലും അതിനുള്ളൊരു കാര്യം ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞുതരാം. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം. സ്കിപ്പ് ചെയ്തെന്ന് പറഞ്ഞാൽ ആർക്കാണ് നഷ്ടം? നിങ്ങൾക്ക് മാത്രമാണ് നഷ്ടം എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് കാണാം. അപ്പോൾ എന്തായാലും വീഡിയോക്ക് ഒന്ന് ലൈക്ക് ഒക്കെ ചെയ്യാം. അപ്പോൾ നമ്മുടെ ജീവിതമാണ് പരീക്ഷിക്കപ്പെടും, പരാജയപ്പെടും, പിന്തള്ളപ്പെടും, പരിഹാസപ്പെടും, എന്നാലും ജീവിച്ചല്ലേ പറ്റുള്ളൂ. അപ്പോൾ അതോടൊപ്പം നമ്മുടെ വീഡിയോയിലേക്ക് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് തന്നെ ഞാൻ പോകുന്നത് ഈ പൈൻ്റെ കുറച്ച് ഡീറ്റെയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാനാണ്. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ചാനലിൽ റീസെൻ്റ്ലി കോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ കുറേ ആൾക്കാർക്ക് അറിയില്ല എന്താണ് ഗ്ലോബൽ ഇല്ലെങ്കിൽ GCV എന്ന് പറഞ്ഞിട്ടുള്ളൊരു വാല്യൂ എന്താണെന്ന് കുറേ പേർക്ക് അറിയില്ല. അപ്പോൾ ഈ GCV വാല്യൂ ഓഫ് പൈ എന്ന് പറയുന്നത് $3,14,159 ആണെന്ന് കുറേ ആൾക്കാർ വാദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതൊരിക്കൽ വിഷൻ ആണോ ഇല്ലെങ്കിൽ ഇത് റിയൽ വാല്യൂ ആണോ, ഇത് നമുക്ക് എപ്പോഴെങ്കിലും ഇത് ഫ്യൂച്ചറിൽ ആവോ എന്നുള്ളൊരു കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ദ ഗ്ലോബൽ കോൺസ്റ്റുവൻസ് വാല്യൂ, അതായത് GCV ഈസ് പ്രപ്പോസ്ഡ് വയലേഷൻ മെട്രിക് വിത്ത് പൈ നെറ്റ്വർക്ക് കമ്മ്യൂണിറ്റി സജസ്റ്റിംഗ് ദാറ്റ് വൺ പൈ കോയിൻ ഷുഡ് ബി വാല്യൂഡ് അറ്റ് $3,14,159. അപ്പോൾ ഇത് എങ്ങനെയാണ്, എവിടെ നിന്നാണ് കിട്ടിയത്? ഇതൊരു മാത്തമാറ്റിക്കലി റിലേറ്റഡ് ആണ്. അപ്പോൾ എല്ലാവർക്കും അറിയാം പൈ എന്ന് പറഞ്ഞിട്ടുള്ളത്, പൈ കോൺസ്റ്റൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത് ഒരു മാത്തമാറ്റിക്കലി ഉള്ളൊരു സംഭവം തന്നെയാണ്. പൈ കോൺസ്റ്റൻറ്റ് കുറേ ആൾക്കാർക്ക് അറിയും, ഇല്ലെങ്കിൽ ഇപ്പോൾ പഠിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇപ്പോൾ കുറച്ച് പേർക്ക് അറിയും, ഇല്ലെങ്കിൽ ഞാൻ പറയുമ്പോൾ നിങ്ങൾ അത് മനസ്സിലാക്കിക്കോ. അപ്പോൾ ഈ മാത്തമാറ്റിക്കലി ഈ ഒരു സംഭവം, ഈ ഒരു കോൺസ്റ്റൻറ്റ് അവിടെ അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 3.14159 എന്ന് പറഞ്ഞിട്ടുള്ളൊരു വാല്യൂ ആണ്. അപ്പോൾ ഈ ഒരു വാല്യൂവിനെ 1,00,000 കൊണ്ട് ആൾക്കാർ ഇൻഡു ചെയ്യുകയാണ്. ഈ പൈയിലുള്ള കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർ തന്നെ എന്ത് ചെയ്യുകയാണ്, ഇതിനൊരു വയലേഷൻ വെക്കുകയാണ്. ഇതിന് ഇത്രത്തോളം വാല്യൂ ആയിരിക്കും വരിക. എന്താ കാര്യം എന്ന് പറഞ്ഞാൽ പൈക്കോയിൻ്റെ സാധാരണ വാല്യൂ 3.14 ആണല്ലോ. അതുകൊണ്ട് തന്നെ ഇതിന് ഈ ഒരു പൈ എന്ന് പറഞ്ഞിട്ടുള്ള കോയിന് ഫ്യൂച്ചറിൽ ഒരുപാട് വാല്യൂ വരും. അത് എപ്പോഴാണ് കോൺസ്റ്റൻ്റ് ആവുക എന്ന് ചോദിച്ചു എന്ന് പറഞ്ഞാൽ അവർ പറയുകയാണ് 3,00,000 സംതിങ് ഇല്ലെങ്കിൽ $3,14,000 സംതിങ് ആകുമ്പോഴാണ് ഇത് കോൺസ്റ്റൻ്റ് ആവുക. ഇതൊരിക്കലും റിയൽ ആവില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇത്രത്തോളം ഒരു ഡോളറൊക്കെ ഇത് വരണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് കാര്യം ഞാൻ പറഞ്ഞുതരാം. ഇവൻ്റെ ഈ ഒരു പൈ എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊജക്റ്റ് അവൻ്റെ ടീമാണ് ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നത്, ഇല്ലെങ്കിൽ ഇത് ക്ലോസ്ഡ് നെറ്റ്വർക്ക് ആണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അത് ഫുള്ളി ഡീസെൻട്രലൈസ് ആയിട്ട് മാറിയാലും ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വാല്യൂ ഇനി കൂടാനുള്ള സാധ്യതകൾ വരണമെന്നുണ്ടെങ്കിൽ ഇത് എന്ത് ചെയ്യണം, ഒരുപാട് ഗുഡ്സ് ആൻഡ് സർവീസ് വാങ്ങാനും വിൽക്കാനും അങ്ങനെയുള്ള പല കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കണം. അങ്ങനെ ഉപയോഗിച്ചു എന്ന് പറഞ്ഞാലും ഈ $3,00,000 ഇല്ലെങ്കിൽ $3,00,000 ഒക്കെ ഇത് വരുമോ? തീർച്ചയായിട്ടും വരാൻ പോകുന്നില്ല. അതിൻ്റെ സർക്കുലേറ്റിംഗ് ആയിക്കോട്ടെ, ഇപ്പോൾ ഡീസെൻട്രലിംഗ് ആയിക്കോട്ടെ, ഇപ്പോൾ സാധാരണ ഏതൊരു കോയിൻ ആണെങ്കിൽ 3,00,000 ഒക്കെ വരണമെന്നുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ ബിറ്റ് കോയിനേക്കാളും 3 ഇരട്ടിയൊക്കെ വരണമെന്നുണ്ടെങ്കിൽ ഇത് അത്രത്തോളം എന്താവണം, ഭയങ്കര ഫ്രീ യൂസ് ആവണം, ഇതിൻ്റെ സപ്ലൈ കുറയണം. അതേപോലെ തന്നെ അവൻ്റെ കമ്പനി എന്ന് പറഞ്ഞിട്ടുള്ള ആൾക്കാർ ഗവൺമെൻറ്റിനെക്കാളും വലിയ ആൾക്കാരായി മാറി അവൻ്റെ കമ്പനി നമ്മുടെ രാജ്യം മൊത്തം നോക്കുന്ന രീതിയിൽ ആവണം. എന്നാൽ മാത്രമാണ് ഇത്രത്തോളം ഒരു വാല്യൂ ഒക്കെ ഇതിന് വരുള്ളൂ. അതോ ഈ 3,00,000 അല്ല ഞാൻ പറയുന്നത്, അതിനേക്കാൾ ചെറിയൊരു അതിലൊരു 10% വാല്യൂ ഇതിൽ വരുള്ളൂ. അപ്പോൾ എക്സൈറ്റ് ആയിട്ട് അവരെന്തായിരിക്കും വിചാരിച്ചിട്ടുണ്ടാവുക? ഇത് എൻ്റെ ഒരു കണക്കൂട്ടിലാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നമ്മുടെ പൈ കോൺസ്റ്റൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ $3.1415 ആണല്ലോ. അപ്പോൾ മാക്സിമം ഈ പൈക്ക് ഒരു വാല്യൂ ഒക്കെ ഇനി പോകാൻ പറ്റുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് $3.1415 ആയിരിക്കാം. അതിലൊരു കോൺസ്റ്റൻ്റ് ആയിട്ട് അവരവിടെ നിർത്തിയിട്ട് ആ ഒരു വാല്യൂവിൽ മെയിൻറ്റെയിൻ ചെയ്ത് പോകാനായിരിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. കറൻറ്റ്ലി ഇപ്പോൾ ഇതിൻ്റെ വാല്യൂ ഒക്കെ നോക്കിയെന്ന് പറഞ്ഞാൽ $1.22 മാത്രമായി വളരെയധികം കുറഞ്ഞു. അപ്പോൾ കുറേ ആൾക്കാർ പറയുകയാണ് മാർച്ച് 19, അതായത് നാളെ ഇതിന് നല്ല രീതിയിൽ തന്നെ ഒരു വാല്യൂ ഒക്കെ ഉണ്ടാവും, മാർക്കറ്റിൽ ഒരു ഇതുണ്ടാവും, ഒരു റിസർവ് കമ്മിറ്റി ചെയ്യുന്നുണ്ട്, അങ്ങനെയുള്ള പല കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിലും ഈ കോയിൻ ഇനി വാല്യൂ വളരെയധികം കുറഞ്ഞുകൊണ്ട് വരികയാണ്. എന്താ കാര്യം എന്ന് പറഞ്ഞാൽ ഒരുപാട് ആൾക്കാർ ഇത് സെല്ല് ചെയ്ത് കഴിഞ്ഞു. എല്ലാവരും സോൾഡ് ചെയ്ത് കുറേ ബേൺ ആയെങ്കിലും ഇനി അവൻ്റെ കമ്പനി തീരുമാനിക്കണം, ഇല്ലെങ്കിൽ അവൻ്റെ പൈ കോർ ടീം തീരുമാനിക്കണം ഇതിനൊരു വാല്യൂ ഒക്കെ നല്ല വാല്യൂ ഒക്കെ കൊണ്ടുവരണോ എന്നുള്ളൊരു കാര്യം.
അങ്ങനെ ഉണ്ടായാൽ മാത്രമാണ് ഇതിനൊരു വാല്യൂ വരുള്ളൂ. പിന്നെ കുറേ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഈ പൈഡേ എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം കഴിഞ്ഞു, അങ്ങനെയുള്ള പല കാര്യങ്ങൾ കഴിഞ്ഞിട്ടെങ്കിലും അപ്പോഴും അതിൻ്റെ വാല്യൂ ഒരുപാടൊന്നും ഉണ്ടായില്ല. ആ പൈഡേ എന്ന് പറയുന്ന ദിവസം ഞാൻ കൂടെ പ്രതീക്ഷിച്ചു ഇതിന് വാല്യൂ ഒക്കെ കൂടും. എന്താണെന്ന് പറഞ്ഞാൽ അവൻ്റെ കമ്പനി ലിസ്റ്റ് ചെയ്യുമ്പോൾ ഇത്രത്തോളം ഒരു സപ്പോർട്ട് എമൗണ്ട് അതിൽ കൊടുത്തിട്ട് ഇതിനൊരു തരക്കേടില്ലാത്ത കുറേ ആൾക്കാർക്ക് പ്രോഫിറ്റ് കിട്ടുന്ന രീതിയിൽ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ലിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു പൈഡേയിൽ ഇതിനേക്കാളും വാല്യൂ കൂടും എന്ന് വിചാരിച്ചിട്ട് കുറേ ആൾക്കാർ ഇത് മേടിച്ചിട്ടുണ്ടാവാം. ഇപ്പോഴും വാല്യൂ കുറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനിയും നല്ല രീതിയിൽ തന്നെ ഡൗൺ ആകുമ്പോൾ ഇനിയും ആൾക്കാർ മേടിക്കും. എന്താണെന്ന് പറഞ്ഞാൽ അവൻ്റെ കമ്മ്യൂണിറ്റിയിൽ അത്രത്തോളം വിശ്വാസമാണ് അവരെടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളെ ചൂഷണം ചെയ്യാവുന്നുണ്ട്, പോസിറ്റീവും ഉണ്ട് നെഗറ്റീവും ഉണ്ട്. അപ്പോൾ ഫുള്ളി ഡീസെൻട്രലൈസ് ആവട്ടെ, എല്ലാ ഗുഡ്സ് ആൻഡ് സർവീസിലും ഒരു ബട്ടൺ കൊണ്ട് ഇത് തൊടുമ്പോൾ തന്നെ ഇത് പേയ്മെൻ്റ് ആയിട്ട് ഉപയോഗിക്കാൻ കഴിയട്ടെ, എന്നാൽ മാത്രമാണ് ഇതിനൊരു നല്ല രീതിയിൽ തന്നെ വാല്യൂ വരുള്ളൂ. അപ്പോഴും വാല്യൂ വന്നാലും 100, 200, 500, 1000, $3 ലക്ഷം ഒക്കെ ഈ GCV വാല്യൂ ഒക്കെ പറയുന്ന ആൾക്കാർക്ക് ഒരിക്കലും അത്രത്തോളം ഒരു വാല്യൂ ഒന്നും ഇതിൽ വരില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അതൊക്കെ ഒരു വിഷനാണ്, ഇല്ലെങ്കിൽ കമ്മ്യൂണിറ്റിയിലെ ആൾക്കാരുടെ ഉള്ള ഒരു ഡ്രീമാണ് എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ നമുക്കിവിടെ ലാസ്റ്റ് ഞാൻ സമ്മറിയിൽ എന്താണ് ഇത് മനസ്സിലാക്കിയിട്ടെന്ന് പറഞ്ഞാൽ, ഇൻ സമ്മറി വൈൽ GCV ഈസ് 3 ലക്ഷത്തി പെർ പൈക്കോയിൻ ആംബിയസ് കോൺസെപ്റ്റ് വിത്ത് ദ കമ്മ്യൂണിറ്റി. ആ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാരുടെ ഇടയിലുള്ള ഒരു സംസാരം കൊണ്ടുണ്ടായ ഒരു സംസാരമാണ്. ഇറ്റ് ഡസ് നോട്ട് അലോ ഇൻ ദ കറന്റ് മാർക്കറ്റ് റിലേസ് ആസ് ഓഫ് നൗ പൈ നെറ്റ്വർക്ക് മാർക്കറ്റ് വാല്യൂ റിമെയിൻ സബ്സ്റ്റബിളി ലോവർ ആൻഡ് എനി ഇൻക്രീസ് വുഡ് ബി ഡിപ്പെൻഡ് ഓൺ ദ വേരിയസ് ഫാക്ടേഴ്സ് ഇൻക്ലൂഡിംഗ് ബോർഡർ മാർക്കറ്റ് ട്രെൻഡ്, ടെക്നോളജിക്കൽ ഡെവലപ്മെൻറ്റ് ആൻഡ് ഇൻക്രീസ് അഡോപ്ഷൻ. അപ്പോൾ ഇനി ഫുള്ള് സർവീസ് അല്ലെങ്കിൽ ഫുള്ള് ടോട്ടൽ സപ്ലൈ നിങ്ങൾക്ക് കിട്ടിയിട്ട് അതിനൊക്കെ ഒരു വാല്യൂ വരുമ്പോൾ കിട്ടുന്ന ഒരു വാല്യൂ ആയിരിക്കും ഇതിന് തികച്ചും സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു വാല്യൂ ഉണ്ടാവുക. നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. ഇനി ഞാൻ അടുത്ത് പറയാൻ പോകുന്നത്, അപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും GCV എന്ന് പറയുന്ന ഒരു വാല്യൂ ഒന്നും എത്താൻ പോകുന്നില്ല. 3 ലക്ഷമൊക്കെ ഇനി ഫ്യൂച്ചറിൽ എത്തുമെന്ന് പറഞ്ഞാൽ എന്നെ ഇവിടെ വന്നിട്ട് കുറേ പേര് തെറി പറഞ്ഞു. എനിക്ക് ഒരു കുഴപ്പമില്ല, അതെന്തായാലും എത്താൻ പോകുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ ഒരു $3.14 നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം കേട്ടോ ഫ്യൂച്ചറിൽ. അങ്ങനെ ഒരു കാര്യം കൂടെ ഉണ്ട്. അതേപോലെ തന്നെ നമ്മുടെ അടുത്ത അപ്ഡേറ്റ് എന്താണെന്ന് പറഞ്ഞാൽ ഈ പൗസിൻ്റെ ലിസ്റ്റിംഗ് ഡേറ്റ് എപ്പോഴാണ് എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഈ പൗസിൻ്റെ ലിസ്റ്റിംഗ് ഡേറ്റ് കുറേ ആൾക്കാർക്ക് ഇപ്പോൾ ഭയങ്കര ഡൗട്ടാണ്. എന്താണെന്ന് പറഞ്ഞാൽ ബിഗ്ഗറ്റിൽ തന്നെ ഞാൻ നിങ്ങൾക്കൊരു സംഭവം കാണിച്ചു തരാം. 730 ഡേയ്സ് കഴിഞ്ഞിട്ടാണ് ഇത് എന്താവാൻ പോകുന്നത്, ലിസ്റ്റ് ആവാൻ പോകുന്നത് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവം നമുക്കിവിടെ കാണാൻ പറ്റും. അപ്പോൾ പൗസിൻ്റെ ട്രേഡിംഗ് പെയർ എപ്പോഴാണ് സ്റ്റാർട്ട് ആകുന്നത് പറഞ്ഞാൽ 730 ഡേയ്സ് കഴിഞ്ഞ് 4 മണിക്കൂർ കഴിഞ്ഞ് 25 മിനിറ്റ് കഴിഞ്ഞ് 32 സെക്കൻഡിലാണ് പൗസിൻ്റെ സ്റ്റാർട്ട് ആകാൻ പോകുന്നുള്ളൊരു കാര്യം. അപ്പോൾ ഇത് എന്തായാലും ഒരു ബഗ്ഗാണ്. അവരുടെ ചാനലിൽ നിന്ന് നിങ്ങൾക്ക് ഒഫീഷ്യലായിട്ട് ഒരു കാര്യം കിട്ടാതെ നിങ്ങൾ എന്ത് ചെയ്യരുത്, വിശ്വസിക്കരുത്. ഇന്നലെ തന്നെ അവരുടെ ഒഫീഷ്യൽ ചാനലിൽ അവരെന്ത് ചെയ്തിട്ടുണ്ട്, അത് പോസ്റ്റ്പോണ്ട് ചെയ്തിട്ടുണ്ട്, സ്ലൈറ്റ്ലി അഡ്ജസ്റ്റഡ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്തായാലും മാർച്ചിൽ തന്നെ ലിസ്റ്റ് ആവും. ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ലിസ്റ്റിംഗ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ 22, അതേപോലെ തന്നെ 29, ഇല്ലെങ്കിൽ 30-ാം തീയതി ആയിരിക്കും നമ്മുടെ ഈ ഒരു പൗസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു കോയിൻ അല്ലെങ്കിൽ ഒരു ടോക്കൺ ലിസ്റ്റ് ആവാൻ പോകുന്നത് നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കുക. അപ്പോൾ ഇത് എവിടെ നിന്ന് സോഴ്സ് കിട്ടി ബ്രോ എന്നുള്ള കാര്യമൊക്കെ ചോദിച്ചു എന്ന് പറഞ്ഞാൽ നമുക്ക് വല്ല ലോഞ്ച് പൂൾ എടുത്താലോ ഇല്ലെങ്കിൽ പ്രീ മാർക്കറ്റ് വാല്യൂ എടുത്താലോ അതിൻ്റെ എൻഡിങ് ഒക്കെ എടുത്ത് നോക്കിയെന്ന് പറഞ്ഞാൽ ഈ ഒരു ഡേറ്റിലേക്ക് ആയിരിക്കും കിടക്കുന്നുണ്ടാവുക. അങ്ങനെ മനസ്സിലാക്കാനേ പറ്റുള്ളൂ. അതും നിങ്ങൾക്ക് 100% റിയൽ ആയിട്ട് എടുക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞുകൊണ്ട് നിങ്ങൾ റിയൽ ആയിട്ട് എടുക്കണ്ട എന്നുള്ളതൊക്കെ നിങ്ങളുടെ കാര്യമാണ്, നിങ്ങൾ തന്നെ റിസർച്ച് ചെയ്യുക. എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു ഡേറ്റ് എന്ന് പറഞ്ഞാൽ മാർച്ച് 30-ാം തീയതി ഒക്കെ ആയിരിക്കും നമ്മുടെ പൗസ് എന്ന് പറഞ്ഞിട്ടുള്ള ടോക്കൺ ലിസ്റ്റ് ആവാൻ പോകുന്നുള്ളൊരു കാര്യമാണ്. ഇനി ഞാൻ പറയാൻ പോകുന്നത് ക്വാണ്ടം വാലറ്റിൽ ഈ $900 കുറേ ആൾക്കാർക്ക് കിട്ടി. അപ്പോൾ ഈ $900 എപ്പോൾ പൈസ ആക്കും എന്നുള്ളൊരു കാര്യമാണ് കുറേ ആൾക്കാരുടെ ഏറ്റവും വലിയ ഡൗട്ടും. ഇപ്പോൾ എൻ്റെ ഇവിടെ ഒരു ഡോളറൊക്കെ കണ്ടിട്ട് ഒരു വ്യക്തി ഇന്നലെ എന്ത് ചെയ്തു, ഇതിൻ്റെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് എത്രത്തോളം പൈസ ബ്രോയ്ക്ക് കിട്ടും ബ്രോ എന്ന് പറഞ്ഞിട്ട് താഴെ കമൻറ്റ് ഇട്ടു. മാക്സിമം 8 ലക്ഷമൊക്കെയാണ് പറയുന്നത്, അതിപ്പോൾ വീണ്ടും കൂടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കിടന്നു കഴിയുന്ന ഒരു വാല്യൂ നിങ്ങൾക്ക് ഇപ്പോൾ വിഡ്രോ ചെയ്യാൻ പറ്റുമോ? തീർച്ചയായിട്ടും വിഡ്രോ ചെയ്യാൻ പറ്റില്ല. പക്ഷേ $900 വർത്തുള്ള SATU എന്ന് പറഞ്ഞിട്ടുള്ള ടോക്കൺ നിങ്ങൾക്ക് ക്ലെയിം ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ലിങ്കും അതേപോലെ തന്നെ എൻ്റെ റെഫറൽ കോഡും ഞാൻ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് താഴെ ഇട്ട് തരാം. റെഫറൽ കോഡ് നിങ്ങൾക്ക് താഴെ ഇടുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, നേരെ പ്രൊഫൈൽ സെക്ഷനിൽ വന്നിട്ട് ഷെയർ വിത്ത് മൈ ഫ്രണ്ട്സിൽ വന്നിട്ട് ഈ ഒരു കോഡ് അവിടെ ബൈൻഡ് ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് ആ ഒരു വാല്യൂലുള്ള അവരുടെ മിനി ടോക്കൺ നിങ്ങൾക്ക് കിട്ടുള്ളൂ. ആ മിനി ടോക്കൺ നിങ്ങൾക്ക് ഇപ്പോൾ പൈസ ആക്കാൻ പറ്റില്ല എന്നുള്ളൊരു കാര്യം കൂടി മനസ്സിലാക്കാം. അതേപോലെ തന്നെ ഞാനിതിൽ എന്ത് ചെയ്യാം, അതിൻ്റെ റോഡ് മാപ്പിൻ്റെ അതും കൂടി കാണിച്ചു തരാം. അപ്പോൾ എപ്പോഴാണ് പൈസ ആക്കാം എന്നുള്ളൊരു കാര്യത്തിന് നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി കിട്ടുമല്ലോ എന്ന് പറഞ്ഞിട്ടാണ് അതിൻ്റെ റോഡ് മാപ്പും കൂടി ഞാൻ എന്ത് ചെയ്യുന്നത് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു പ്രൊജക്റ്റ് ഇത് ഫ്യൂച്ചർ പൊട്ടൻഷ്യലിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, യൂസ് ചെയ്യുക. നാളെ ഇന്നലെയും നമുക്ക് എന്താണ് പെട്ടെന്ന് തന്നെ കിട്ടണം, എനിക്ക് അടുത്ത ആഴ്ച തന്നെ കിട്ടണം എന്ന് പറയുന്ന ആൾക്കാർ ഇതിൽ കയറണമെന്ന് ഞാൻ നിർബന്ധിക്കുകയില്ല. പിന്നെ നിങ്ങൾ റിസർച്ച് ചെയ്തിട്ട് കയറിയാൽ മതി. ഇപ്പോൾ എൻ്റെ ഈ ഒരു ടീഷർട്ട് കണ്ടിട്ടും അതേപോലെ തന്നെ ഞാൻ റെഗുലറായിട്ട് പറയുന്നതാണ്
പ്രൊമോഷനാണോ? തീർച്ചയായിട്ടും പ്രൊമോഷനാണ്. പക്ഷേ ഈ ഒരു കാര്യത്തിൽ നിങ്ങൾ റിസർച്ച് ചെയ്ത് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് ഞാൻ പ്രൊമോഷൻ എടുത്തത് ഇവർ ഒരു കള്ളത്തരമൊന്നും ചെയ്യില്ല എന്നുള്ളൊരു വിശ്വാസം കൊണ്ടാണ്. അപ്പം നിങ്ങൾക്കിത് മനസ്സിലാക്കിയിട്ട് ഇതിൽ പൈസ മുടക്കാൻ ഞാൻ നിങ്ങളോട് പറയുന്നുണ്ടോ? ഫ്രീ ആയിട്ട് കിട്ടുന്ന ആ ടോക്കൺ നിങ്ങൾ എടുത്തോ, നമുക്ക് ഫ്യൂച്ചറിൽ എപ്പോഴെങ്കിലും മാറ്റാൻ പറ്റിയാലോ എന്നുള്ളൊരു കാര്യം വെച്ചിട്ടാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ നിങ്ങളത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ നോക്ക്. വേണമെങ്കിൽ വേണ്ടെങ്കിൽ ചെയ്യണ്ട, നിങ്ങളുടെ ഇഷ്ടമാണല്ലോ. അല്ലാണ്ട് ഒരാൾ നിർബന്ധിച്ചിട്ട് നമുക്ക് വായിലെടുത്ത് വെച്ച് കൊടുക്കാൻ പറ്റില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഞാൻ അതിൻ്റെ റോഡ് മാപ്പ് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ക്വാർട്ടർലി 1 2025 അവരെന്താണ് തീരുമാനിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ക്വാണ്ടം വാലറ്റ് ഒഫീഷ്യലി ഓപ്പൺ ടു ഗ്ലോബൽ യൂസേഴ്സ്. അതിൻ്റെ അവിടെ നിന്ന് എല്ലാവിടേക്കും ആൾക്കാർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ അവർ തീർച്ചയായിട്ടും കൊണ്ടുവന്നു. അതേപോലെ തന്നെ ATU ടോക്കൺ ലിസ്റ്റഡ് ഓൺ DEX. അവൻ്റെ ഓൺ DEXൽ അവൻ്റെ ATU ടോക്കൺ ലിസ്റ്റ് ചെയ്യാൻ പറ്റി, അത് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഗ്ലോബൽ ഓപ്പറേഷൻ ആൻഡ് ഇൻസെൻറ്റീവ് പ്രൊമോഷൻ. അപ്പോൾ അങ്ങനെയായിട്ടുള്ള ഒരു പ്രൊമോഷൻ വഴിയാണ് ഞാൻ എന്ത് തന്നിട്ടുള്ളത്, നിങ്ങൾക്കിത് പറഞ്ഞു തന്നിട്ടുള്ളത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇനി ക്വാർട്ടർലി 2 of 2025 ക്വാണ്ടം വാലറ്റ് എക്കോസിസ്റ്റം കൺസ്ട്രക്ഷൻ ബിഗിൻ ക്രിയേറ്റിംഗ് എ കമ്മ്യൂണിറ്റി. അതേപോലെ തന്നെ വാലറ്റ് സപ്പോർട്ട് ATU ടോക്കൺ ഓൺ BNB ആൻഡ് ട്രോൺ നെറ്റ്വർക്ക്. ATU ടോക്കൺ ലിസ്റ്റഡ് ഓൺ CAC എക്സ്ചേഞ്ച്. അപ്പോൾ ഇതുവരെ അവരവിടെ എന്തെത്തി? ATU ടോക്കൺ നമ്മുടെ അവിടെ BNPയിലും ട്രോൺ നെറ്റ്വർക്കിലും അവർ റീസെൻ്റ്ലി കൊണ്ടുവരും എന്നുള്ളൊരു കാര്യം നമ്മുടെ വാലറ്റ് എടുത്ത് നോക്കിയെന്ന് പറഞ്ഞാൽ തന്നെ അവിടെ 2 നെറ്റ്വർക്ക് കാണാൻ പറ്റുന്നത് BNPയും ട്രോണാണ്. അപ്പോൾ അവർ സ്റ്റെപ്പ് എടുത്ത് കഴിഞ്ഞു എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അതേപോലെ തന്നെ ATU ടോക്കൺ ലിസ്റ്റഡ് ഓൺ CES എക്സ്ചേഞ്ച്. അപ്പോൾ നമ്മുടെ ഓഫ് ചെയിൻ ഇല്ലെങ്കിൽ നമ്മുടെ വേറെ എക്സ്ചേഞ്ചുകളിൽ ഈ ATU ടോക്കൺ അടുത്ത് ലിസ്റ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ അങ്ങനെയും കൂടി ലിസ്റ്റ് ആയിട്ട് നമ്മൾ കണ്ടു എന്ന് പറഞ്ഞാലോ, വീണ്ടും ഇതിൻ്റെ പൊട്ടൻഷ്യൽ കൂടി. ക്വാർട്ടർലി 3 2025 ആക്റ്റീവ് മെമ്പർഷിപ്പ് റീച്ചസ് 3 മില്യൺ ആയിട്ട് മാറും. അതേപോലെ തന്നെ ലോഞ്ച് പ്രോപ്പർലി ബ്ലോക്ക് ചെയിൻ ടെസ്റ്റ് നെറ്റ് എന്ന് പറഞ്ഞിട്ട് അവർ ഒരു ബ്ലോക്ക് ചെയിൻ ടെസ്റ്റ് നെറ്റ് വേർഷൻ ഇറക്കും. എക്സ്പാൻഡ് എക്കോസിസ്റ്റം ഇന്റർഫേസ് ഫോർ ബോർഡർ ആപ്ലിക്കേഷൻ. ATU ടോക്കൺ ലിസ്റ്റഡ് ഓൺ 3 മേജർ എക്സ്ചേഞ്ച് അവർ ചെയ്ത് കഴിയും. മെമ്പർഷിപ്പ് റീച്ച് 10 മില്യൺ ആവും. 2026 to 2027 മെയിൻനെറ്റ് ലോഞ്ച് വെച്ച് അതിൻ്റെ മെയിൻനെറ്റ് ലോഞ്ച് ചെയ്യും. അങ്ങനെയുള്ള പല കാര്യങ്ങളും ഇതിൽ കുറേ ഗുഡ്സ് വരും, പ്രൊഡക്ട്സ് വരും, ഇൻഫർമേഷൻ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും വരും. അപ്പോൾ ഇതിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു റിവാർഡായിട്ട് കിട്ടുന്നത് എന്ന് കാര്യം പറഞ്ഞാൽ ഈ ഒരു CXലേക്കും ഇല്ലെങ്കിൽ അതിൻ്റെ വാലറ്റ് വേറെ ഒരു നെറ്റ്വർക്കായിട്ട് കണക്ട് ചെയ്യുമ്പോഴും ആ ഒരു സമയത്ത് തന്നെ നിങ്ങൾക്ക് ഈ ATU എന്ന് പറഞ്ഞിട്ടുള്ള ടോക്കൺ പൈസയാക്കി മാറ്റാൻ പറ്റും. മേ ബി ഇപ്പോൾ നമുക്ക് പറയുകയാണെങ്കിൽ വിത്തിൻ ഒരു 1 ഇയർ ഇല്ലെങ്കിൽ അതിൻ്റെ ഉള്ള ഒരു 8 മാസം ആ ഒരു സമയമൊക്കെ എടുക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കുക. അല്ലാതെ ചാടി കയറി പൈസ ഉണ്ടാക്കണം എന്ന് പറഞ്ഞാൽ എവിടെ നിന്നാണ് കിട്ടുക? ആരാ നിങ്ങൾക്ക് വെറുതെ പൈസ തരിക? അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തരില്ല. അവൻ്റെ കമ്മ്യൂണിറ്റി സപ്പോർട്ട് ചെയ്താൽ മാത്രമാണ് തരുള്ളൂ. ഇപ്പോൾ ഇത് കാണുമ്പോൾ ഒരുപാട് നെഗറ്റീവും കണ്ടതൊക്കെ ആൾക്കാർ പറയും. നെഗറ്റീവ് പറയുന്ന ആൾക്കാർ എനിക്ക് വല്ല പൈസ തരുന്നുണ്ടോ? ആരും പൈസ തരുന്നില്ല. പോസിറ്റീവ് പറഞ്ഞാലും പൈസ ഇല്ല. പോസിറ്റീവും നെഗറ്റീവും എന്ത് കിട്ടിയാലും നമ്മൾ എടുക്കണം. നമ്മൾ എടുത്തിട്ട് നമുക്ക് എന്താണ് നമ്മുടെ ശരി എന്താണോ, എൻ്റെ ശരി എന്താണോ, ഇതെനിക്ക് മനസ്സിലായോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഓരോ കാര്യങ്ങളും ചെയ്യുക. കുറേ ആൾക്കാർ പറയുന്ന പോലെ തന്നെ ടെലിഗ്രാമൊക്കെ ചത്തു, ഡെഡായി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. പക്ഷേ 24 മണിക്കൂർ ഇങ്ങനെ റീൽസും കണ്ടതൊക്കെ കണ്ടിട്ട് സമയം കഴിക്കുന്ന ആൾക്കാർക്ക് എപ്പോഴെങ്കിലും ഒരു ഈ ടെലിഗ്രാമിൽ കഴിഞ്ഞിട്ട് ഇങ്ങനെ എപ്പോഴെങ്കിലും 1 മാസം 2000 1000 ഒക്കെ കിട്ടുമ്പോൾ ഓക്കെ, അത് വളരെയധികം ഉപകാരമാണല്ലോ. അപ്പോൾ അത് കഴിയുമ്പോൾ ആക്രാന്തം കൂടിയിട്ടാണ് ടെസ്റ്റ് നെറ്റിക്ക് മാറാന്ന് പറയുന്നത്. അപ്പോൾ ടെസ്റ്റ് നെറ്റിൽ ഇപ്പോൾ വന്ന് നോക്കിയെന്ന് പറഞ്ഞാൽ കറൻറ്റ് ഒരുപാട് യൂസേഴ്സ് കയറി കഴിഞ്ഞു. അപ്പോൾ DPIL മാറാന്ന് പറഞ്ഞു. DPIL ഇപ്പോൾ എല്ലാവരും DPIM പ്രൊജക്റ്റുകൾ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ എല്ലാ കാര്യങ്ങൾക്കും ഡിമാൻഡ് കൂടണമെങ്കിൽ അത് വളരെയധികം കുറവായിട്ട് ആൾക്കാർ യൂസ് ചെയ്യണം. എന്നാൽ മാത്രം ഡിമാൻഡ് കൂടും. എല്ലാ ആൾക്കാരും എല്ലാവരും ചെയ്യുന്നുണ്ടെങ്കിൽ അതിനൊക്കെ വല്ല പൈസ കിട്ടുമോ? എല്ലാവർക്കും ഒരു മിനിമം ആയിട്ടുള്ള പൈസയാണ് കിട്ടുള്ളൂ. അപ്പോൾ ഇതന്നെ ഒരു ജീവിത മാർഗ്ഗമായിട്ട് ക്രിപ്റ്റോയിൽ ഇങ്ങനെ എയർ ഡ്രോപ്പ് കിട്ടിയിട്ട് ജീവിക്കാമെന്ന് വിചാരിച്ച് നമുക്കൊന്നും നടക്കുമോ? തീർച്ചയായിട്ടും നടക്കില്ല. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു യൂട്യൂബ് ഉണ്ടാക്കാം, ടെലിഗ്രാം ചാനൽ ഉണ്ടാക്കാം, അങ്ങനെയുള്ളതൊക്കെ ഉണ്ടാക്കിയാൽ നിങ്ങൾക്ക് അതിൽ നിന്നൊക്കെ ചെറിയ ഇൻകം കിട്ടും. അപ്പോൾ അതിൽ നിന്നൊക്കെ നമുക്ക് പൈസ കിട്ടുന്നതാണ്. അല്ലാതെ ഇങ്ങനെ വെറും എയർ ഡ്രോപ്പും ടെലിഗ്രാമും വെച്ചിട്ട് നിങ്ങൾ ആരും പഠിക്കാതിരിക്കരുത്, ഒരു കാര്യങ്ങളും ചെയ്യാതിരിക്കരുത്. സ്പോർട്സിലൊക്കെ എൻഗേജ്മെൻ്റ് ആവുക. എന്തൊക്കെ ന്യൂസാണ് നമ്മളവിടെ കേൾക്കുന്നത്? ഭയങ്കര ഡ്രഗ് യൂസ് ചെയ്യുന്നു, അവരിനെ കൊല്ലുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാതെ കുറേ മൈൻഡൊക്കെ പീസാക്കുക. ട്രേഡിങ്ങിലേക്ക് പഠിക്കണം എന്നുണ്ടെങ്കിൽ ട്രേഡിംഗ് ഒക്കെ പഠിക്കാം. കുറച്ച് കാശൊക്കെ ഉണ്ടെങ്കിൽ മാത്രം ട്രേഡിങ് പഠിക്കാം. ആദ്യം ട്രേഡ് ചെയ്യുന്ന എല്ലാവർക്കും നഷ്ടങ്ങളാണ് ഉണ്ടാവുക. നിങ്ങൾ മനസ്സിലാക്കുക. നഷ്ടങ്ങൾ ഉണ്ടാകുമ്പോൾ നമുക്ക് മനസ്സിലാവും എവിടെയൊക്കെയാണ് ഇങ്ങനെ ചെയ്യേണ്ടത്, തെറ്റുകളിൽ നിന്നാണ് ശരി പഠിക്കുക നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ന്യൂസൊക്കെ നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിലൊക്കെ കിടക്കുന്നുണ്ട്. അപ്പോൾ എന്തിലെങ്കിലും കൂടുതൽ എൻഗേജ്മെൻ്റ് ആവുക. ചിത്രം വരയ്ക്കാൻ കഴിവുള്ളവർ ചിത്രം വരയ്ക്കുക, ഇല്ലെങ്കിൽ പഠിക്കാൻ കഴിവുള്ളവർ പഠിക്കുക, സ്പോർട്സ് കളിക്കാനുള്ളവർ കളിക്കുക. എത്രയോ ടർഫുകളുണ്ട്, ഫുട്ബോൾ കളിക്കുക. അങ്ങനെ നല്ല നല്ല ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യാൻ വേണ്ടി എല്ലാ അനിയന്മാരും ശ്രദ്ധിക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ടെലിഗ്രാം ചാനലിൽ കയറാത്ത ആൾക്കാരാണെങ്കിലും നിങ്ങൾ തീർച്ചയായിട്ടും ടെലിഗ്രാം ചാനലിലും കൂടി കയറുക. എന്താണെന്ന് പറഞ്ഞാൽ ഒരുപാട് ഡീറ്റെയിൽസ് ആദ്യം തന്നെ അവിടെയാണ് ഞാൻ നിങ്ങൾക്ക് ഇട്ട് തരുന്നത്. അപ്പോൾ അവിടെ ഒരുപാട് കാര്യങ്ങൾ ഇടുന്നുണ്ട്. റീസെൻ്റ്ലി വന്നിട്ടുള്ള ഈ ലൂട്ട് നിങ്ങൾക്ക് കറക്റ്റ് 24 മണിക്കൂറൊന്നല്ല, ഇൻസ്റ്റൻ്റ് ആയിട്ട് നിങ്ങൾക്ക് പൈസ കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ലൂട്ടിലൊക്കെ കയറിയെന്ന് പറഞ്ഞാൽ ഇൻസ്റ്റൻ്റ് ആയിട്ട് പൈസ കിട്ടും. 170 രൂപ 160 രൂപ സംതിങ് ഒരുപാട് എമൗണ്ട് ഒക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ ലൂട്ട്സ് വഴി തന്നെയാണ് നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് കിട്ടുന്ന ഒരു ഇത്. അപ്പോൾ ആ ഒരു ലിങ്ക് ഞാൻ താഴെ ഇട്ട് തന്നിട്ടുണ്ട്. എല്ലാവരും കയറി നോക്ക്.
കറക്റ്റായിട്ട് KYC കംപ്ലീറ്റ് ചെയ്ത് എന്താണ് അക്കൗണ്ട് ആക്ടിവേറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും 170 രൂപ നിങ്ങളുടെ അക്കൗണ്ടിൽ കിട്ടും. അപ്പം ഞാൻ ആൾറെഡി തന്നെ പ്രൂഫൊക്കെ കാണിച്ചു തരുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതെന്താണ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. ഇതിലൊരു പൈസ കൊടുക്കണ്ടല്ലോ, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ലാത്ത കൊണ്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അതേപോലെ തന്നെ എനിക്ക് പൈസ കിട്ടുന്നുണ്ട്, ഇല്ലാതെ ഇപ്പോൾ ആരെയും വന്ന് പറയുമോ. അപ്പോൾ എനിക്ക് പൈസ കിട്ടുന്ന കാരണമാണ് നിങ്ങൾക്ക് പറയുന്നത്. നിങ്ങൾ ഒരാൾ കയറി എന്ന് പറഞ്ഞാൽ എനിക്ക് 170 രൂപ വരും. അപ്പോൾ നിങ്ങൾക്ക് 170 രൂപ, എനിക്ക് 170 രൂപ, അങ്ങനെ കയറുന്ന കുറേ കാര്യങ്ങൾ ഇവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക, ചാനലൊക്കെ ഒന്ന് കയറുക. ചാനലൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ഹാവ് എ ഗ്രേറ്റ് ഡേ. നന്ദി, നമസ്കാരം, ബൈ.